ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു സാലം ലേണിംഗ്. അനുജമിസ് ആണ്. അപ്പം നമ്മൾ ബേസിക് ആയിട്ട് കുറച്ച് സയൻസ് പഠിക്കാൻ പോവാം. അപ്പം നമുക്കറിയാം, നമ്മളെല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ 6th CBSEൻ്റെ സയൻസ് ടെക്സ്റ്റ് ബുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് അല്ലേ. എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഓരോ ചാപ്റ്റേഴ്സിലും നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, അതൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ നമ്മുടെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ മക്കളും അതൊന്ന് പോയി കാണുക. അപ്പോൾ ഇന്ന് മിസ് വന്നിരിക്കുന്നത് നമ്മുടെ 4ാമത്തെ യൂണിറ്റായ എക്സ്പ്ലോറിംഗ് മാഗ്നറ്റ്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചെറിയ പോർഷൻസുമായിട്ടാണ്. അപ്പം ഈ ഒരു ചാപ്റ്ററിൻ്റെ ആ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം അല്ലേ, മാഗ്നറ്റ്സിനെ പറ്റി, കാന്തങ്ങളെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. അതിൻ്റെ പ്രോപ്പർട്ടീസ്, അതിൻ്റെ അട്രാക്ഷൻ, അതിൻ്റെ റിപ്പൾഷൻ, അതുപോലെ തന്നെ എങ്ങനെയാണ് മാഗ്നറ്റ് എന്ന് പറയുന്നത് ആ ഒരു വസ്തു നമ്മൾ കണ്ടത്, എന്താണ് നാച്ചുറൽ മാഗ്നറ്റ്സ്, ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സ്, അതിൻ്റെ പോൾസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് അറിയേണ്ടത് എന്താണ്, എങ്ങനെയാണ് ഈ കാന്തം അല്ലെങ്കിൽ മാഗ്നറ്റ് ഉണ്ടായി വന്നത് എന്നാണ് അല്ലേ, അല്ലെങ്കിൽ ആരാണ് ഈ കാന്തം എന്ന് പറയുന്ന അല്ലെങ്കിൽ മാഗ്നറ്റിനെ കണ്ടുപിടിച്ചതെന്നാണ്. അപ്പം ഇതൊരു ചെറിയൊരു കഥ പോലെ നമ്മൾ പല ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. പണ്ട് കുറേ കാലങ്ങൾക്ക് മുമ്പ് എന്തായിരുന്നു, ഗ്രീക്കുകാരനായ മാഗ്നറ്റ്സ് എന്ന് പറയുന്ന ഒരു ആട്ടിടയൻ ഉണ്ടായിരുന്നു. അദ്ദേഹം എന്താണ്, ആടിനെ മേയ്ക്കുന്നതിന് വേണ്ടി ഒരു കുന്നിൻ ചെരുവിലേക്ക് പോയി. അദ്ദേഹത്തിൻ്റെ കയ്യിൽ എന്തായിരുന്നു, ഒരു വടി ഉണ്ടായിരുന്നു. ആ വടിയുടെ അറ്റത്ത് ഒരു ചെറിയ ഇരുമ്പിൻ്റെ ചെറിയൊരു ഭാഗം ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ആടുകളെ ഇങ്ങനെ മേയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് അദ്ദേഹം ഇങ്ങനെ ഒരു സമയത്ത് എന്താ സംഭവിച്ചത്, അദ്ദേഹത്തിൻ്റെ ആ ഒരു വടിയുടെ ആ ഒരു അഗ്രഭാഗം അല്ലെങ്കിൽ ആ ഒരു ഇരുമ്പിൻ്റെ ആ ഒരു ഭാഗം ഒരു പാറയിൽ ഒട്ടിപ്പിടിച്ചതായിട്ട് അദ്ദേഹത്തിന് മനസ്സിലായി. ആ ഒരു പാറയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ആ ഒരു വടി പുറത്തേക്ക് എടുത്തു മാറ്റുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് വന്നു. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി എന്താ, ഈ തൻ്റെ കയ്യിലിരിക്കുന്ന ആ ഒരു വടിയുടെ അഗ്രഭാഗത്തുള്ള ഇരുമ്പിനെയാണ് അത് ആകർഷിക്കുന്നത് എന്ന് മനസ്സിലായി. കാരണം അദ്ദേഹം എന്താ ചെയ്തത്, തൻ്റെ കയ്യിൽ അല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു വടി എടുത്തിട്ട് അദ്ദേഹം ആ ഒരു പാറയിൽ വെച്ച് നോക്കി. പക്ഷെ അതൊന്നും അട്രാക്റ്റ് ചെയ്യുന്നില്ല. തൻ്റെ കയ്യിലെ ആ ഒരു വടിയുടെ ആ ഒരു അഗ്രഭാഗത്തുള്ള ഇരുമ്പെന്ന് പറയുന്ന ആ ഒരു ഭാഗമാണ് ഈ പറയുന്ന പാറയുമായിട്ട് അട്രാക്റ്റ് ചെയ്യുന്നത് എന്ന് അദ്ദേഹം കണ്ടെത്തി അല്ലേ. അങ്ങനെയാണ് ഈ പറയുന്ന ആ ഒരു പാറ എന്ന് പറയുന്നത് കാന്തം ആണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായത്. അതിനെ നമ്മൾ ലോഡ്സ്റ്റോൺ എന്ന് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ നാച്ചുറൽ മാഗ്നറ്റ് എന്ന് പറയുന്നത്. അതായത് എന്താണ് നാച്ചുറൽ മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ എർത്തിലെ നാച്ചുറലി ആയിട്ട് കാണുന്ന അല്ലെങ്കിൽ പ്രകൃതിയായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന ആ ഒരു മാഗ്നറ്റിനെയാണ് നമ്മൾ നാച്ചുറൽ മാഗ്നറ്റ് എന്ന് പറയുന്നത്. അതിനെപ്പോഴും ഒരു റെഗുലർ ഷേപ്പ് വേണമെന്നില്ല അല്ലേ, അതിന് ഇറഗുലർ ഷേപ്പ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഒരു എക്സാമ്പിളാണ് നമ്മുടെ ലോഡ്സ്റ്റോൺ എന്ന് പറയുന്നത്. മാഗ്നറ്റൈറ്റ് എന്നും നമ്മൾ അതിന് വേറൊരു പേര് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ മാഗ്നസ് എന്ന് പറയുന്ന അദ്ദേഹമാണ് ഈ ഒരു മാഗ്നറ്റ് കണ്ടുപിടിച്ചതുകൊണ്ട് തന്നെയാണ് നമ്മൾ മാഗ്നറ്റൈറ്റ് എന്ന് നമ്മൾ ഈ പറയുന്ന പാറയ്ക്ക് അല്ലെങ്കിൽ ലോഡ്സ്റ്റോൺ എന്നും അറിയപ്പെടുന്ന ഈ പറയുന്ന പാറയ്ക്ക് നമ്മൾ അങ്ങനെ ഒരു പേര് കൊടുത്തത്. അപ്പോൾ ഇതാണ് നമുക്കറിയുന്ന നാച്ചുറൽ മാഗ്നറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഈ നാച്ചുറൽ മാഗ്നറ്റ് അല്ലാതെ തന്നെ നമ്മൾ പല ഡിവൈസിലും നമുക്ക് എന്താണ്, ഇതുപോലെ ചെറിയ ചെറിയ കാന്തങ്ങൾ, ചെറിയ ചെറിയ മാഗ്നറ്റുകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന, അതായത് ഈ പറയുന്ന അയണിൻ്റെ കൂടെ തന്നെ അൾനിക്കോ എന്ന് പറയുന്ന ഒരു അലോയ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതുപോലെ ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ മാഗ്നറ്റ്സ് യൂസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് സ്വാഭാവികമായും ഡൗട്ട് തോന്നും, എന്താണ് അൾനിക്കോ എന്ന് പറയുന്ന അലോയ് എന്ന് പറഞ്ഞാൽ. അൾനിക്കോ എന്ന് പറഞ്ഞാൽ അലൂമിനിയം, നിക്കൽ, കൊബാൾട്ട്. ഈ പറയുന്ന അലൂമിനിയം, നിക്കൽ, കൊബാൾട്ട് ഈ 3 മെറ്റലും അതിൻ്റെ കൂടെ തന്നെ അയണും അല്ലെങ്കിൽ ഇരുമ്പും കൂടി ചേർന്നിട്ടാണ് നമ്മൾ ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള മാഗ്നറ്റ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതും നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, മാൻമെയ്ഡ് ആണ്. അതുപോലെ തന്നെ അത് ഡിഫറെൻറ്റ് ഷേപ്പിലും ഡിഫറെൻറ്റ് സൈസിലും ഒക്കെ ഉണ്ടായിരിക്കും. അതായത് പക്ഷേ അതെന്താണ്, എപ്പോഴും ഒരു റെഗുലർ ഷേപ്പിലായിരിക്കും നമ്മൾ കീപ്പ് ചെയ്യുന്നത്. അതിൻ്റെ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി, പലതരത്തിലുള്ള വിവിധ ടൈപ്പ് ഓഫ് മാഗ്നറ്റ്സ് നമുക്ക് നമ്മുടെ സറൗണ്ടിങ്സിൽ നമ്മളിങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതുണ്ട് എന്ന് നമുക്ക് മനസ്സിലായല്ലേ. അപ്പം നമുക്ക് എന്താണ്, മെയിനായിട്ട് 3 ടൈപ്പ് ഓഫ് മാഗ്നറ്റ് നമുക്ക് പഠിക്കണം. ഫസ്റ്റ് വണ്ണാണ് മക്കളെ നമ്മുടെ ബാർ മാഗ്നറ്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് വണ്ണാണ് റിംഗ് മാഗ്നറ്റ് എന്ന് പറയുന്നത്. തേർഡ് വണ്ണാണ് യു ഷേപ്ഡ് മാഗ്നറ്റ് എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്താണ്. ഈ ബാർ മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ടും എക്സ്പെരിമെൻറ്റിന് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി അതേസമയം റിംഗ് മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അത് നമ്മൾ ചെറിയ ചെറിയ സ്പീക്കറിലും ഫോണിലും ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇനി യു ഷേപ്ഡ് മാഗ്നറ്റ് ആണെങ്കിൽ ജനറേറ്റർ, മോട്ടർ അവിടെയൊക്കെയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പം ഇതൊക്കെ എന്താണ്, ഒരു റെഗുലർ ഷേപ്പിലുള്ളത് തന്നെയാണ് അല്ലേ. പക്ഷേ എന്താണ്, മാൻമെയ്ഡ് ആണ്. ഇത് മക്കൾ ഓർത്തിരിക്കുക. ഇനി നമുക്കറിയാം, നേരത്തെ നമ്മൾ പറഞ്ഞു ആ ഒരു കല്ല് അല്ലെങ്കിൽ ആ ഒരു പാറയിൽ നമ്മുടെ ഇരുമ്പാണ് ഒട്ടിപ്പിടിച്ചത്.
അപ്പം നമുക്ക് മനസ്സിലായി ഇരുമ്പിനെ അട്രാക്റ്റ് ചെയ്യുന്ന ആ ഒരു വസ്തുവിനെയാണ് നമ്മൾ മാഗ്നറ്റായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇരുമ്പിനെ പോലെ തന്നെ മറ്റ് മാഗ്നറ്റിക് സബ്സ്റ്റൻസിനെ അട്രാക്റ്റ് ചെയ്യുന്ന ആ ഒരു വസ്തുവിനെയാണ് നമ്മൾ മാഗ്നറ്റ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് തോന്നും എന്താണ് മാഗ്നറ്റിക് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ എന്താണ് നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസ്. ഇവിടെ നിങ്ങൾക്ക് നേരത്തെ നിങ്ങൾ പറഞ്ഞ ആ ഒരു ഇൻസിഡൻ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവിടെ ആ ഒരു ഇരുമ്പിൻ്റെ ഭാഗത്തിന് പകരം വേറെ ഏതെങ്കിലും ഒരു വസ്തു അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു നമ്മുടെ സ്പൂണോ അല്ലെങ്കിൽ എന്താണ് നോർമലി ഉള്ള ഏതെങ്കിലും ഒരു വടിയോ ആ ഒരു വസ്തുവിൽ ടച്ച് ചെയ്താൽ അത് അട്രാക്റ്റ് ചെയ്യുന്നില്ല. കാരണം എന്താണ്, അത് മാഗ്നറ്റിനെ അട്രാക്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വസ്തുക്കളെ രണ്ടായിട്ട് നമുക്ക് തരംതിരിക്കാൻ വേണ്ടി പറ്റും. ഫസ്റ്റ് വണ്ണാണ് മക്കളെ മാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് മാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ കാന്തം ആകർഷിക്കുന്ന വസ്തുക്കൾ അല്ലെങ്കിൽ മാഗ്നറ്റ് അട്രാക്റ്റ് ചെയ്യുന്ന വസ്തുക്കളെയാണ് നമ്മൾ മാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് നമ്മൾ പറയുന്നത്. ദ മെറ്റീരിയൽ വിച്ച് ആർ അട്രാക്റ്റഡ് ടുവേഴ്സ് ദി മാഗ്നറ്റ്സ് ആർ കോൾഡ് മാഗ്നറ്റിക് മെറ്റീരിയൽ. അയൺ, നിക്കൽ, കൊബാൾട്ട് ഇതൊക്കെ എന്താണ്, മാഗ്നറ്റിക് മെറ്റീരിയൽ ആണ്. ഇതുകൂടാതെ നിങ്ങൾക്ക് ഈ പറയുന്ന കുറച്ച് എക്സാമ്പിൾസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ, കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റും. വേറെ നമുക്ക് ഉദാഹരണം പറയുവാണെങ്കിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു സ്പൂണൊന്നും എന്താണ് അട്രാക്റ്റ് ചെയ്യുന്നില്ല. നമ്മുടെ സ്കെയിലും നമ്മുടെ പെൻസിലും ഒന്നും അട്രാക്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ കാന്തം ആകർഷിക്കാത്ത അല്ലെങ്കിൽ മാഗ്നറ്റ് അട്രാക്റ്റ് ചെയ്യാത്ത വസ്തുക്കളെ നമ്മൾ വിളിക്കുന്ന പേരാണ് നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് നമ്മൾ പറയുന്നത്. അപ്പം ദ മെറ്റീരിയൽ വിച്ച് ആർ നോട്ട് അട്രാക്റ്റഡ് ടുവേഴ്സ് എ മാഗ്നറ്റ് ആർ കോൾഡ് നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽ. അലൂമിനിയം, കോപ്പർ, ലെഡ്, ബ്രാസ് ഇവയൊക്കെ എന്താണ് മക്കളെ, നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽ ആണ്. അപ്പം മാഗ്നറ്റിക് മെറ്റീരിയലും നോൺ മാഗ്നറ്റിക് മെറ്റീരിയലും നിങ്ങൾ എന്ത് ചെയ്യുക, തിരിച്ചറിയാൻ വേണ്ടി നിങ്ങൾ പഠിക്കുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഈ തന്നിരിക്കുന്ന രണ്ട് ബോക്സിൽ ഏതാണ് മാഗ്നറ്റിക് മെറ്റീരിയൽ, ഏതാണ് നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽ എന്നും കൂടി ഒന്ന് പറഞ്ഞു നോക്കിയാലോ. നമുക്ക് നോക്കാം. ഫസ്റ്റ് ബോക്സിൽ എന്താണ്, അയൺ നെയിലുണ്ട്, സ്റ്റീലിൻ്റെ ആ ഒരു പേപ്പർ ക്ലിപ്പ് ഉണ്ട്, കൊബാൾട്ട് അയൺ ഉണ്ട്, സ്റ്റീലിൻ്റെ സ്പൂണുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തേൽ നമ്മുടെ ഗോൾഡ് റിംഗ് ഉണ്ട്, പേപ്പർ ഉണ്ട്, ഗ്ലാസ് ഉണ്ട്, പ്ലാസ്റ്റിക്കിൻ്റെ സ്പൂണുണ്ട്. ഇതിൽ ഏതായിരിക്കും ഇവിടെ നമ്മുടെ കാന്തം ആകർഷിക്കുന്ന വസ്തുക്കൾ അടങ്ങിയിട്ടുള്ള ബോക്സ്? യെസ്, നമ്മുടെ എ എന്ന് പറയുന്ന ഈ ഒരു ബോക്സ് ആണ്. അപ്പോൾ ഈ കാന്തം ആകർഷിക്കുന്ന മെറ്റീരിയൽ ആണ് ഈ ഒരു ബോക്സിലുള്ളത് കൊണ്ട് തന്നെ നമുക്കിതിന് എന്ത് ഹെഡിങ് കൊടുക്കാൻ വേണ്ടി പറ്റും? മാഗ്നറ്റിക് മെറ്റീരിയൽസ് അല്ലെങ്കിൽ മാഗ്നറ്റിക് സബ്സ്റ്റൻസസ് എന്ന് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ബോക്സ് എന്താണ്, നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്ന് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇത് മക്കൾ എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക കേട്ടോ. സോറി, നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽസ്. അപ്പം ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. നാച്ചുറൽ മാഗ്നറ്റിനെ പറ്റിയും ആർട്ടിഫിഷ്യൽ മാഗ്നറ്റിനെ പറ്റിയും ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഇനിയും കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതൊക്കെ നമുക്ക് എന്താണ് വരും ദിവസങ്ങളിൽ വൺ ബൈ ആയിട്ട് പഠിക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, മുഴുവനായിട്ട് കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. അപ്പം നമുക്കിനി അടുത്ത ഒരു ചെറിയ വീഡിയോസൊക്കെ ആയിട്ട് നമുക്കിനി നെക്സ്റ്റ് ദിവസം വീണ്ടും കാണാം. ആൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ ബൈ.